ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നല്ല മഴയുള്ള ദിവസം രാവിലെ തന്നെ ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ തീരുന്നത് വരെ ഒന്ന് കണ്ടോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. മക്കൾക്കൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ അർജൻറ്റായിട്ട് തീർക്കേണ്ട പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് കടന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈകിട്ടാണ് എണീച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ കൂടെ മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ എണീച്ച് വന്ന് ജനൽ തുറക്കലും കരട്ടം പൊന്തിക്കലും രാവിലെയുള്ള വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പരിപാടിയാണ് മുറ്റത്തേക്ക് ഒന്നൊന്ന് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മളെ മുറ്റത്തുള്ള മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ സമയത്ത് മുറ്റത്തിറങ്ങിയത് ആ ചെടികളൊക്കെ നോക്കി ആ ഒരു സമയത്ത് മോർണിംഗ് വൈബ് ഉണ്ടല്ലോ, അത് മുറ്റത്തേക്ക് ഇറങ്ങി ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. രാവിലെ തന്നെ എണീച്ച് ജനലൊക്കെ ഒന്ന് തുറക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഉണ്ടാവുക. അന്നത്തെ ദിവസം മൊത്തത്തിൽ ആ ഒരു പുറത്തിറങ്ങൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെടികളായാലും മീൻ കുഞ്ഞുങ്ങളായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജി ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം മുറ്റത്തൊക്കെ മഴയൊക്കെ കണ്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. തലേന്ന് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് നീറ്റാക്കി വെച്ച കിച്ചൺ ആയതുകൊണ്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചതുകൊണ്ടെന്നുള്ള ഉഷാറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ നാട്ടിലും ചുറ്റിലൊക്കെ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലൈവ് ന്യൂസ് വെച്ച് അതെങ്ങനെ കേട്ടോണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ന്യൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വാർത്തകളൊന്നും തന്നെ കേൾക്കാനില്ല. പക്ഷേങ്കിൽ എന്തൊക്കെയാ ചുറ്റിലും നടക്കുന്നതെന്നുള്ളത് അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ന്യൂസ് കേട്ടോണ്ട് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കല. തലേന്ന് നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും. നല്ല അടിപൊളിയായിട്ട് സോപ്പിൻ്റെ പുത പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശമാവ്. ഇങ്ങനെ മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റും മസാല ദോശ, ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ നല്ലൊരു ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. എഗ് ഓംലെറ്റ് ഗീ റോസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ തന്നെ ഇട്ടിട്ടുള്ള പേരാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാനിന്ന് ഒരു എഗ്ഗ് ഓംലെറ്റ് ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ള പാല് അപ്പുറത്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ദോശക്കല്ല് വെച്ച് ചൂടായി നല്ലൊരു ദോശ ചുട്ടെടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് നമ്മൾ മാവ് നല്ലോണം പരത്തി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇത് അധികം ആളും ചെയ്യുന്ന തന്നെയായിരിക്കും. എന്നാലും നമ്മൾ ദോശമാവ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുക. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ചട്നിയോ സാമ്പാറോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. അങ്ങനെ ഞാനൊരു എഗ് ഓംലെറ്റ് ഗീ റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗീ റോസ്റ്റും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശ മാത്രമാണ് കേട്ടോ റെഡിയാക്കുന്നത്. കുട്ടികളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് ചൂടോടെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ.
ഇനിയിപ്പോൾ വേഗം തന്നെ ചായ കുടിക്കട്ടെ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ ആസ്വദിച്ച് കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്ര മടിയാണെങ്കിലും അതേപോലെ തന്നെ വയ്യാന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഓണാക്കിക്കൊണ്ട് രാവിലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങുകയാണെങ്കിൽ രാത്രി വരെ ഭയങ്കര ഒരു എനർജിയോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളെയും വീടിൻ്റെയും മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഒരു എനർജി ആയിരിക്കട്ടെ ഉണ്ടാവാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇൻഡോറിൽ ചെടികളൊക്കെ വെക്കുക എന്നുള്ളത്. അപ്പോൾ ദാ ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലകളും മഞ്ഞ കളറായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് പറിച്ച് അതിനൊരു ഫ്രഷ് അപ്പ് ആക്കി എടുക്കുന്നുണ്ട്. സ്പ്രേ ചെയ്യാനുള്ളത് വാട്ടർ സ്പ്രേ ചെയ്തും അങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം തന്നെ ബെഡൊന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബെഡൊക്കെ വിരിച്ച് നീറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ഉണ്ടാവുക. അങ്ങനെ ഇതാ ബെഡ് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ബേസിനില്ലേ വാഷ് ബേസ് ഒന്ന് കഴുകാനുണ്ടേനും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ബ്രഷ് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബേസൊക്കെ കഴുകാൻ. അങ്ങനെയാകുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും, വേഗം തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. 2-3 ദിവസം കൂടുമ്പോൾ ഇതേപോലെ എന്താ പറയുക ലൈറ്റായിട്ട് ഇങ്ങനെ വേഗം തന്നെ കഴുകിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വേഗം പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ. കഴിക്കില്ല. അങ്ങനെ വാഷ് ബേസും പൈപ്പും അതിന് ചുറ്റുമൊക്കെ നല്ലോണം കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനടുത്തായിട്ട് വെച്ചിട്ടുള്ള ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നല്ലോണം മോശമായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലില്ലേ അതങ്ങനെ ഒന്ന് കഴുകിയെടുക്കലാന്ന് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലില്ലേ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ചിലർക്കെങ്കിലും പെട്ടെന്ന് കത്തീനുണ്ടാവും അല്ലേ. എന്താണെന്ന് മനസ്സിലായവർ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റിൻ്റെ പുതിയൊരു കട്ടിങ്സ് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ അതിലേക്ക് വെള്ളം നിറച്ച് ഈ ഒരു കട്ടിങ്സ് ഇല്ലേ അത് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഷ് ബേസിനൊക്കെ എത്ര തന്നെ കഴുകി തുടച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു വെള്ളത്തുള്ളികൾ ഉണ്ടാവില്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഇതേപോലെ തുടച്ചെടുക്കലുണ്ട്. പിന്നെ ഇതാ കൈ തുടക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ടർക്കിയും കൂടെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ കുട്ടികളെ എണീച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണി ചെയ്യുന്നതിനിടയിൽ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ദോശയും കാര്യങ്ങളും അങ്ങനെ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എഗ്ഗും ചീസൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം സമാധാനത്തോടെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. കുട്ടികളെ വെക്കേഷൻ സമയത്തല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് കഴിക്കലുണ്ട്. അപ്പോഴേക്ക് ഇതാ മഴയ്ക്ക് കുറച്ചൊരു മാറ്റമുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വെക്കാനുള്ള ചെടി ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതെടുത്തിട്ട് വേഗം തന്നെ അതിൻ്റെ ചട്ടിയിലുള്ള മണ്ണും കച്ചറയും പൊടിയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മുറ്റടിക്കാനുണ്ടായിരുന്നു, കാറ്റടിച്ചിട്ട് ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കച്ചറയും കാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തന്നെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ഈ ഒരു ചെടിയാണ് കേട്ടോ ഉള്ളിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ അതിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലുള്ള സ്റ്റെപ്പിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം തന്നെ മുറ്റടിക്കുന്നുണ്ട്. മഴക്കാലത്ത് നമ്മളെ മുറ്റത്തുള്ള പണികളൊക്കെ കുറച്ചൊരു ടാസ്കല്ലേ ഉണ്ടാവുക. അപ്പോൾ മഴയില്ലാത്ത നേരം നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് മുറ്റടിച്ചെടുക്കട്ടെ. എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ലേ ഉണ്ടാവാൻ. അങ്ങനത്തെ ആ മഴ പെയ്യുന്നതിന് മുന്നിട്ട് മുറ്റമൊക്കെ എല്ലാ ഭാഗവും അടിച്ചു വാരി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വന്നിട്ട് അകം അടിച്ചു വാരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഇനി മഴ പെയ്താലും പ്രശ്നമില്ലല്ലോ. മുറ്റത്തുള്ള പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കലാം. ഈ സമയത്ത് മക്കളെ എണീച്ച് അവരെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ജോലികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെക്കേഷൻ സമയത്ത് മക്കളെ മൊബൈലായി കഴിഞ്ഞാലും സ്ക്രീൻ ടൈം അധികമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് അതങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അവരവരുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ എൻ്റെ അടിച്ചു വാരലും ഒതുക്കി പെറുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് അടിച്ചു വാരാനുള്ള പണി മാത്രമേ ഉള്ളൂ, തുടക്കുന്നില്ല. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വന്നിട്ടാണ് ഞാൻ തുടക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തുടച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അടിച്ചു വാരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരത്തെ ഉള്ളിലേക്ക് എടുത്ത് വെക്കേണ്ട ചെടി നമ്മൾ ചട്ടിയൊക്കെ മണ്ണൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചെടി ഉള്ളിലേക്ക് തന്നെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് മോള് നമ്മളെ ഫൈറ്റർ ഫിഷ് ഇല്ലേ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കുന്നുണ്ടേനും. അങ്ങനെ ഓളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയപ്പോൾ ആ ഒരു ഫിഷും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഒരുപാട് പണികളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.